എല്ലാവർക്കും ഫുഡിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് അറിയില്ലോ എന്ന് എനിക്കറിയില്ല, പണ്ട് കാലങ്ങളിൽ പുരാണങ്ങളിലും ബൈബിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ വെള്ളത്തിന്റെ മുകളിൽ കൂടി നടന്നു പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാലത്ത് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചു, നമുക്ക് വെള്ളത്തിൽ കൂടി നടക്കാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ആണ്. അപ്പോൾ സയൻസിന്റെ സഹായത്തോടുകൂടി നമ്മൾ അത് ചിന്തിച്ചു, നമുക്ക് വെള്ളത്തിന്റെ മുകളിൽ കൂടി നടക്കാൻ പറ്റുന്നുള്ള കാര്യം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. ആ ഒരു ആശയത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ എക്സ്പെരിമെന്റ് രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടങ്ങിയാലോ? നല്ല മഴ വരുന്നുണ്ട്, പണി തുടങ്ങാൻ നേരായി. അപ്പോൾ ഇതാണ് നമ്മൾ വെള്ളത്തിലായിട്ട് ഓടാൻ പോകുന്ന സ്പെഷ്യൽ ഷൂ. അതായത് നമ്മൾ ഷൂ എടുത്ത് നേരെ ഒരു ഷീറ്റ് നമ്മൾ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മളിത് വെള്ളത്തിന്റെ മുകളിൽ കൂടി നടക്കാൻ പറ്റുമോ നോക്കുകയാണ്. അപ്പൊ ഈ കാണുന്ന ഈ ഒരു തോടുമ്മ നമ്മൾ കവർ ചെയ്യാൻ പറ്റുമോ, അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുമോ നമ്മൾ നോക്കുന്നത്. റെഡിയല്ലേ ബ്രോണേ? ആ റെഡി. സക്സസ്ഫുള്ളി ഫെയിൽ. അപ്പോൾ ഈ കാണുന്ന സുനാപ്പി വെച്ച് നമുക്ക് വെള്ളത്തിൻ്റെ മുകളിൽ നടക്കാനോ ഓടാനോ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ തളരില്ല, നമ്മുടെ എക്സ്പെരിമെന്റ് തുടങ്ങാൻ പോവാണ് മച്ചാന്മാരെ. അപ്പോൾ എന്തായാലും ഇതേ വെള്ളത്തിൽ ഓടാനുള്ള ട്രൈ നമ്മൾ അടിച്ചു. എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അതൊരു പരാജയമായിരുന്നു. നമുക്ക് നമ്മളുടെ ഒരു ബോഡി വെയിറ്റ് വെച്ചിട്ട് എന്തായാലും വെള്ളത്തിൽ കൂടി നമുക്ക് ഇങ്ങനെ ഓടാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാവിറ്റി, പിന്നെ നമ്മുടെ ബോഡിയുടെ ഡെൻസിറ്റി, ഇതെല്ലാം ഇതിലൊരു ഫാക്ടറാണ്. ഡെൻസിറ്റി തന്നെ തുടങ്ങാം. നമ്മുടെ വെള്ളത്തിനെ അപേക്ഷിച്ച് നമ്മുടെ ബോഡിക്ക് ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ നമുക്ക് നടക്കാൻ പറ്റില്ല, മുങ്ങിപ്പോവും. അതുപോലെ തന്നെ സർഫസ് ടെൻഷൻ, വെള്ളത്തിന് സർഫസ് ടെൻഷൻ, അതായത് വെള്ളത്തിൻ്റെ മുകളിൽ ഒരു നേരത്തെ പാട പോലെ ഉണ്ട് നമുക്കറിയാം. അതായത് നമ്മുടെ വാട്ടർ സ്പൈഡർ പോലുള്ള ജീവികളൊക്കെ ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വീഡിയോസിലും ഫോട്ടോസിലൊക്കെ. പക്ഷേ നമ്മുടെ ബോഡിയുടെ വെയിറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ അതും നമുക്ക് പ്രാക്ടിക്കൽ അല്ല, നമ്മൾ വെള്ളത്തിൽ മുങ്ങിപ്പോവും. പിന്നുള്ളത് ഗ്രാവിറ്റി കാരണം എന്തായാലും നമ്മുടെ ഈ ഒരു ബോഡിയുടെ വെയിറ്റ് വെച്ച് നമ്മൾ വെള്ളത്തിൽ മുങ്ങിപ്പോവും. പിന്നെ ഉള്ള ഒരു ചാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സൂപ്പർ പവർ വേണം. അതായത് ഏകദേശം ഒരു 180 km/h സ്പീഡിൽ നമുക്ക് ഓടാനുള്ള കഴിവുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നമുക്ക് ഓടിപ്പോകാനായിട്ട് പറ്റും. അതും നമുക്ക് പറ്റില്ല. പിന്നെ ഉള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റിനെ ആനുപാതികമായിട്ട് വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് നമ്മൾ നടക്കണം. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ മൈൻഡിലേക്ക് ഓടി വന്നത്, സാധാരണ നമ്മൾ ഷൂ ഇടുന്ന പോലെ നമുക്കൊരു ജൈൻറ്റ് ഷൂ, അതും വെയിറ്റ് കുറവുള്ള രീതിയിൽ നമ്മുടെ ബോഡി വെയിറ്റിനെ വെള്ളത്തിൻ്റെ മുകളിൽ പൊക്കി നിർത്താൻ പറ്റുന്ന രീതിയിൽ ഒരു ഷൂ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ മുകളിൽ നടക്കാൻ പറ്റൂലേ. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്തു നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് എന്നും പറയുന്ന പോലെ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. നമ്മുടെ വലിയ ഷൂ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ഡിസൈൻ വേണ്ടേ. ഇവിടെ നോക്കുമ്പോൾ അടിപൊളി സ്കെച്ചുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലത് നോക്കി 2-3 പ്രിന്റ് ചെയ്തെടുക്കാം. നമുക്ക് ഉണ്ടാക്കാനുള്ള വലിയ ഷൂവിൻ്റെ മോഡലുകളാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 മോഡലുണ്ട്. ഒന്നില്ലെങ്കിൽ ഈ മോഡൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഈ മോഡൽ ഉണ്ടാക്കാം. ഏതായാലും നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഷൂവിൻ്റെ ബോട്ടം ഡിസൈൻ നമ്മൾ വരച്ചെടുക്കുകയാണ്. ഇനി നമ്മുടെ ഷൂ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ നമ്മൾ എന്തിനെടുക്കണമെന്ന് അറിയോ? സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം പോളിഫോം ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പോളിഫോം ഷീറ്റിലേക്ക് ഇനി നമ്മുടെ ചാർട്ട് പേപ്പറിലുള്ള ഒരു ഡിസൈൻ നമ്മൾ കോപ്പി ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു ഷീറ്റിൽ നിന്ന് നമുക്ക് 3 പീസാണ് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാട്ടാ. അപ്പോൾ ഇത് നമ്മളുടെ തെർമോകോൾ കട്ടിംഗ് ബ്ലേഡ് വെച്ചാണ് ഇത് ഷേപ്പ് ചെയ്യാണ്. അപ്പോൾ പോളിഫോം ഷീറ്റിൽ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നല്ല മുറിച്ചുള്ള ബ്ലേഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ചടപടാന്ന് നമ്മൾക്ക് ആവശ്യമുള്ള പീസുകളൊക്കെ നമ്മളിത് ഒരു ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തം കട്ട് ചെയ്തിട്ട് വേണം ബാക്കി പണികൾ നമുക്ക് റെഡിയാക്കാനായിട്ട്. അങ്ങനെ നോക്കിയാൽ നമ്മുടെ ഒരു ഷൂ ഉണ്ടാക്കാനുള്ള നമ്മുടെ പോളിഫോം ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 6 ഷീറ്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് പശ വെച്ച് ഒട്ടിച്ച് സാൻഡ്വിച്ച് ചെയ്താണ് നമ്മൾ ഒരു ഷൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ പശ ഒഴിച്ച് നമ്മൾ ഒട്ടിക്കാനുള്ള പരിപാടി നോക്കുകയാണേ. അപ്പോൾ ഇത് നമ്മൾ ഫെവിക്കോളിൻ്റെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പശ ഉണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലെയറുകളിലും നല്ല രീതിക്ക് നമ്മൾ പശ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം പറഞ്ഞതുപോലെ തന്നെ 6 ലെയറാണ് നമ്മളൊരു പീസിൽ ഒട്ടിച്ച് കൊടുക്കുന്നത്. എല്ലാം നമ്മൾ പശ തേച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ ഷൂവിന് ഷേപ്പ് ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം നമ്മളിത് മാർക്കർ വെച്ചിട്ട് ഏകദേശം ഒരു ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ കത്തി വെച്ച് മുറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കേക്കൊക്കെ മുറിക്കാനായിട്ട് എടുക്കുന്ന കത്തിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ അത് മുറിച്ച് വെച്ചിട്ടാട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ പോളിഫോം ഷീറ്റ് കട്ട് ചെയ്യുമ്പോൾ മുറിച്ചുള്ള കത്തിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ.
അങ്ങനെ നമ്മുടെ പോളിഫോം ഷീറ്റിൽ നമ്മൾ ചെത്തിയെടുത്ത ഷൂവിന്റെ ഷേപ്പാണ് ഈ കാണുന്നത്. ഏകദേശം ഷൂവിന്റെ ഷേപ്പിലേക്ക് എത്തിച്ചിട്ടുള്ളൂ. കുറച്ച് ഫിസിക്സ് ഒക്കെ നോക്കിയ കാരണം നമ്മൾ മൊത്തത്തിൽ ആ ഒരു ഡിസൈനിലേക്ക് എത്തിച്ചിട്ടില്ല. ഇനി ഇത് നമുക്ക് പെയിന്റ് അടിച്ച് സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം. നമ്മൾ റെഡ് കളറാണ് എടുക്കുന്നത്. അടിപൊളി. അപ്പം നമ്മളിത് റെഡ് എന്ന് പറഞ്ഞാൽ ഇന്നാമിൽ റെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെയിന്റ് അടി തുടങ്ങുകയാണേ. അപ്പോൾ നമ്മുടെ ഷൂവിനുള്ള റെഡ് കളർ അടിച്ചു കൊടുക്കുകയാണേ. പോളിഫോം ഷീറ്റിൽ നമ്മൾ പെയിന്റ് നല്ല കട്ടിക്ക് ഏകദേശം ഒരു 2 കോട്ടെങ്കിലും അടിച്ചു കൊടുത്താലേ നമുക്ക് കളർ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ 2 കോട്ട് അടിക്കാനുള്ള പരിപാടിയാണ്. ഇനി നമ്മുടെ വലിയ ഷൂവിന് കുറച്ച് അലങ്കാര പണികളൊക്കെ ചെയ്താലാ. അപ്പോൾ അത് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പോവാണ് നമ്മൾ. അപ്പോൾ സംഭവം നമ്മളുടെ ശരി ചിഹ്നം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ നൈക്കിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ സംഭവം എന്ത് നമ്മുടെ ചാർട്ട് പേപ്പറിൻ്റെ ഉള്ളിൽ മാത്രം പെയിൻറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം എന്ത് നമ്മളുടെ ആ ഒരു ശരി ചിഹ്നമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷൂവിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇതുപോലെ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എന്ത് നമ്മളുടെ ഡിസൈനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ ഷൂവിന് നമുക്ക് ലൈസ് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹോളാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം വലുതാവുമ്പോൾ നമ്മളുടെ കെട്ടുന്ന വള്ളിയും വലുപ്പം വേണ്ടി. അപ്പോൾ നമ്മളിത് ഈ വലിയൊരു കയറെടുത്തിട്ടാണ് നമ്മുടെ ഷൂ ലൈസായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഒരു കെട്ടുവിട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. അങ്ങനെ നോക്കി നമ്മളുടെ ജയന്റ് ഷൂ, നല്ല ചക്കമന്തൻ ഷൂ നമുക്ക് വെള്ളത്തിൽ ഇറക്കാനുള്ള നമ്മൾ 2 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? അത്യാവശ്യം ഷൂവിൻ്റെ ഷേപ്പ് ആക്കിയില്ലേ. അപ്പോൾ ഈ കാണുന്ന ഷൂവിലാണ് ഇനി നമ്മുടെ ബാക്കി പരിപാടി വരുന്നത്. അതായത് നമുക്ക് ഇതിൽ കയറി നിൽക്കാനുള്ള ചെറിയൊരു ഹോൾ ഉണ്ടാക്കണം. വെയിറ്റ് ബാലൻസിങ് ഒക്കെ കറക്റ്റ് എവിടെ നിന്ന് നിന്നാക്കാൻ കിട്ടുമെന്നുള്ള കാര്യം നോക്കണം. അപ്പോൾ ബാക്കി പണി ചെയ്താലാ. അപ്പോൾ ഈ കാണുന്ന ഒരു അളവിലാണ് നമ്മളെ കാല് നമ്മൾ ഇറക്കി വെക്കാനുള്ള ഹോൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കാലിറക്കി വെക്കാനുള്ള ഭാഗത്തെ ഒട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മാർക്കർ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ തെർമോക്കോൾ കട്ടിംഗ് ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു നമ്മുടെ കാല് ഉള്ളിലേക്ക്, അതായത് പാദം ഇറങ്ങിയിരിക്കാൻ ഭാഗത്തിന് നമ്മൾ ഹോൾ ഇട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇനി നമുക്ക് കാല് ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ചെറിയൊരു പീസ് വെച്ച് നമ്മളത് പിന്നെ ഒട്ടിച്ച് കവർ ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മുടെ ഷൂ പണി കഴിഞ്ഞ് നമുക്ക് വെള്ളത്തിൽ ഇറക്കാനുള്ള പരുവത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ കണ്ട നമ്മുടെ ഷൂവിൽ നമുക്ക് കാല് വെക്കാനായിട്ട് 2 ഹോള് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുവഴിയാണ് നമ്മുടെ കാലിറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഷൂ കുട്ടന്മാർ 2 നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കയറിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ കൂടെ നടക്കാനുള്ള പരിപാടി നോക്കുന്നത്. ഇനി നമ്മുടെ കാത്തിരുന്ന നിമിഷമാണ് നമ്മളിത് ഈ കാണുന്ന ഷൂവിലേക്ക് നമ്മളുടെ കാലുകൾ ഓരോന്നായിട്ട് ഇറക്കി വെച്ച് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇതാണ് അവസ്ഥ. നോക്കിയേ, വലിയ ഷൂവും ചെറിയ ആളും. അപ്പോൾ നമുക്കിത് ഈ ഷൂ ഇട്ടിട്ട് നടക്കാൻ പറ്റും. നോക്കുമ്പോൾ നടക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കാലൊക്കെ എടുത്ത് വെച്ച് നടക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് കരയിലല്ല നടക്കണ്ടേ, ഇത് വെച്ചിട്ട് വെള്ളത്തിൽ നടക്കാൻ പറ്റുമെന്നാണ് നോക്കണ്ടേ. അപ്പോൾ ഇനി നമുക്ക് നേരെ വെള്ളത്തിൽ ഇറങ്ങാനുള്ള പരിപാടി നോക്കിയാലോ, അത് ഈ ഷൂ ഇട്ടിട്ട്. അപ്പോൾ ഇനി നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ മുമ്പത്തേനേക്കാളും ഇത്തിരി താന്നിരിക്കുകയാണ്. ഇതിപ്പോ മറ്റേതല്ലടാ ചെറുത്തന്റെ കടലിൽ ഞങ്ങൾ ചാട്. അയ്യോ പോണ്ട. മുന്നോട്ട് വെച്ച് പൊന്തിക്കണ്ട. നടക്ക് നടക്ക്. അതെ അയ്യോ കാലിന്റെ ബലമൊക്കെ പോയടാ പ്രവി. നടക്ക് നീ. അല്ല കയറിട്ടിട്ട് കാര്യമില്ല. എന്റെ കാലിന്റെ അകന്ന് പോണ്. രണ്ടും കൂടി പൊട്ടിപ്പോ അടുപ്പിക്ക്. വലിക്കല്ലേ 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 മണ്ടമ്മോന് വലിക്കല്ലേ. ഇത് പോയടാ അമ്മേ. നിനക്ക് എന്തെങ്കിലും പറ്റിയോടാ? ഷൂനെല്ലാം പറ്റിയാടാ? ഷൂ സേഫാണല്ലേ? എടാ എന്നാലും നിന്നില്ലടാ. നിന്ന്. അയ്യോ ആ പോട്ടെ. അറ്റംപ്റ്റ് നമ്പർ 2.
നോക്കുന്നു, പക്ഷെ നടക്കാൻ പറ്റണില്ല. അയ്യോ അയ്യോ, നിൽക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഇതൊരു മണ്ടൻ ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നു, കാരണം എൻ്റെ കാലുകൾ കൊഴിയുന്നു. പറയാറായി, മറഞ്ഞു. അയ്യോ അപ്പൊ എന്തായാലും നമ്മളിത് ഈ ഒരു ഷൂ വെച്ച് വെള്ളത്തിൽ നടക്കാന്നുള്ള ആഗ്രഹം എന്തായാലും നമ്മൾ കയറി ഇന്ന് ചെറുതായിട്ടൊന്നും നമുക്ക് അനങ്ങാൻ പറ്റിയായിരുന്നു. പക്ഷെ വെള്ളത്തിൽ മര്യാദയ്ക്ക് നടക്കാൻ പറ്റിയായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആയില്ല. നമ്മൾ സത്യസന്ധമായിട്ട് പറയണമല്ലോ, വെള്ളത്തിൽ നടക്കാനുള്ളൊരു കഴിവ് ഈ ഷൂവിന് എനിക്കുള്ളതായിട്ട് തോന്നിയില്ല. എന്തായാലും ഒരു എന്താ പറയുക, നമ്മുടെ സംശയങ്ങളൊക്കെ തീർക്കണമല്ലോ, അതിനുവേണ്ടി ചെയ്തതാണ്. എന്തായാലും നമുക്ക് വെള്ളത്തിൽ നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട് ഈ 2 ഷൂ വെച്ചിട്ട്. പക്ഷെ നമ്മൾ ഇതുകൊണ്ടൊന്നും തളരൂല. ഇതിൽ നമ്മളൊരു ഓൾട്രേഷൻ വരുത്തിയിട്ട് നമ്മൾ നിന്ന് തന്നെ യാത്ര ചെയ്യാൻ പോവാണ്. ഈ കാണുന്ന 2 ഷൂവിനെയും കൂട്ടിയിട്ട് നമ്മളിന്നൊരു വാട്ടർ സ്കൂട്ടർ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാണ്. അപ്പോൾ നമ്മളിതേ കമ്പി എന്ന് പറയുമ്പോൾ ട്യൂബാണ് എടുത്തിരിക്കുന്നത്, ഇരുമ്പിൻ്റെ ട്യൂബ് നമ്മൾ മുനപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മൾ കയറ്റി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മളുടെ കമ്പി കയറ്റി നമ്മൾ 2 ഷൂ കൂടി നമ്മൾ ഒരുമിച്ച് ഒരേ ലെവലിലാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് കാലിന് ഇച്ചിരി സ്റ്റെബിലിറ്റി കിട്ടും കേട്ടോ. അപ്പോൾ 3 കമ്പികൾ നമ്മളിങ്ങനെ അടിച്ച് കയറ്റി ലെവലാക്കാൻ പോവാണ്. ഇനി നമ്മുടെ മോട്ടറിൻ്റെ സെക്ഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ്മറൈൻ മോട്ടർ നമ്മൾ ഒരെണ്ണം കൊടുത്ത് ബാറ്ററി ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ വാട്ടർ സ്കൂട്ടർ എഞ്ചിൻ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ടൈം ആയിക്കാണ്. അപ്പോൾ ദേ ഇതിൻ്റെ പവർ ഞാനൊന്ന് കാണിച്ചു തരട്ടെ. നമ്മൾ വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് മുക്കി വെച്ചെടുത്ത് ത്രോട്ട് കൊടുക്കുകയാണ് ഇവിടെ സർവോല്. വെക്കുമ്പോഴേക്ക് തെറിച്ചു പോകണതൊക്കെ. ഓ എൻ്റെ പൊന്നു, അത്യാവശ്യം നല്ല പവർ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിനി നമ്മൾ ആക്ഷനിലേക്ക് വരുമ്പോൾ എന്താവുന്നുള്ളത് നോക്കി കാണാം. അപ്പോൾ ഇനി നമ്മളുടെ വാട്ടർ സ്കൂട്ടറിന്റെ എഞ്ചിനും വെച്ചിട്ട് നമ്മളുടെ ഷൂ ഓടിക്കാൻ പറ്റുമോ നോക്കുകയാണ്. ഓടും ഷൂ ബോട്ട്, അതാണ് പുതിയ പേര് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ നോക്കി നോക്കട്ടെ എഞ്ചിൻ പവർ കൊടുത്ത് പ്രവീണേ. കൊടുക്ക് ഞാൻ എഞ്ചിൻ പവർ കൊടുത്ത് പ്രവീണേ പോട്ടെ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. സംഭവം നമ്മളുടെ ഒരു മോട്ടറിന് അത്യാവശ്യം പവർ ഉണ്ടാവുന്നതാണ് വിചാരിച്ചത്, സബ്മറൈൻ മോട്ടറിന്. പക്ഷെ നിന്നോടത്ത് നിന്ന് കറങ്ങുന്നതല്ലാതെ പുള്ളിക്ക് നമ്മളുടെ ഈ ഒരു ബോട്ടിനെ അങ്ങോട്ട് നീക്കാനായിട്ട് പറ്റുന്നില്ല. ടെക്നോളജിയാ ബാറ്ററി ചത്താലും കുഴപ്പമില്ല, എന്റെ ബാറ്ററിക്ക് അങ്ങനെ നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മുടെ വഞ്ചിയല്ല, നമ്മുടെ ഷൂ ബോട്ട് കരക്കെടുപ്പിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ അവസാനത്തെ നമ്മളുടെ പ്രതീക്ഷയായിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറാക്കി ഓടിക്കുക എന്നുള്ള നമ്മളുടെ പരിപാടിയും പാളിയൊക്കെയാണ്. കാരണം നമ്മൾ യൂസ് ചെയ്ത മോട്ടർ ഇച്ചിരി പഴക്കമുള്ളതായിരുന്നു, സബ്മറൈൻ മോട്ടർ. അപ്പോൾ വെള്ളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പെർഫോമൻസ് അങ്ങോട്ട് ചെയ്യാണ്ടായി, AC കത്തിപ്പോയി, ബാറ്ററി പോയി, മൊത്തത്തിൽ നഷ്ടം മാത്രം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനി കരയ്ക്ക് കയറിയിട്ട് ഞാൻ പറയാട്ടാ. അപ്പോൾ മച്ചാൻ പറയുന്നത് വീഡിയോ അതിൻ്റെ പേരുള്ള നേരായിക്കാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നടക്കുക എന്നുള്ള നമ്മുടെ ആഗ്രഹം പൂർണ്ണമായി സഫലമായി എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം നമ്മൾ ചെറിയ രീതിയിൽ വെള്ളത്തിൻ്റെ മുകളിൽ, അതായത് നമുക്ക് വെള്ളത്തിൻ്റെ മുകളിൽ ആ ഒരു ഷൂട്ട് നിവർന്ന് നിൽക്കാൻ പറ്റിയായിരുന്നു, ചെറിയ രീതിക്ക് നമുക്ക് മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റിയായിരുന്നു. പക്ഷെ ഒരു പെർഫെക്റ്റ് നടപ്പ് അതിൽ സാധ്യമായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനതിൻ്റേതായ പോരായ്മകളുണ്ട്. നമ്മളിനി അതിൽ അത്യാവശ്യം റിസർച്ചൊക്കെ നടത്തി അതിനൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് അത് വെച്ചിട്ട് വെള്ളത്തിൽ കൂടെ നടക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു എക്സ്പെരിമെൻ്റ് ഒരു 50% മാത്രമേ സക്സസ് ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാ എക്സ്പെരിമെൻറ്റുകളും സക്സസ് ആവണമെന്നില്ല. ചിലതൊക്കെ ഒരു 50% ആവും, ചിലപ്പോൾ 0% ആവാം, ചിലപ്പോൾ 100% ആവാം. അതെല്ലാം എന്താ പറയുക, ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ പലർക്കും ഇങ്ങനത്തെ എക്സ്പെരിമെൻറ്റുകൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പോൾ എല്ലാവരുടെയും ടേസ്റ്റുകൾക്കനുസരിച്ച് മാക്സിമം നമ്മൾ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഫെയിൽഡ് എക്സ്പെരിമെൻറ്റ്സും ഇങ്ങനെ ഇടയിലൊക്കെ വന്നു പോകും. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാർ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.